കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു എന്നാണ് പലരും വിലയിരുത്തുന്നത്. പക്ഷേ രാഷ്ട്രീയ മാറ്റമല്ല സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ മാറ്റമല്ല നടന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസ്സ് എപ്പോഴും ഇടത് വലത് മുന്നണികൾക്കിടയിലായിരുന്നു വിഭജിക്കപ്പെട്ടിരുന്നത്. അത് രാഷ്ട്രീയമായിട്ട് വേണം കാണാനായിട്ട്. അതിനിടയിൽ മതേതരത്വം കൂടി കടന്നു വരുമ്പോൾ കേരളം ഏതാണ്ട് പ്രബുദ്ധനും നമ്പർ വണ്ണുമായി മാറിയിരുന്നു. പക്ഷേ ആ കാലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലാതാകുകയാണ്. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ വലിയ വിജയം, ഒരു ചെറിയ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചിരുന്നതെങ്കിൽ അത് ഒരു ഭാഗ്യമെന്നൊക്കെ പറയാമെങ്കിൽ ഇത് ഭാഗ്യമല്ല. തൃശ്ശൂർകാർ അറിഞ്ഞ് അദ്ദേഹത്തിന് നൽകിയ വിജയമാണ്. ആ വിജയം ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പടം ജീസസുമായി കൂട്ടി മോർഫ് ചെയ്തുകൊണ്ടൊക്കെ ഇറക്കേണ്ടി വരുന്നത്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ നീക്കം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായ നീക്കമല്ല, രാഷ്ട്രീയപരമായ മാറ്റമല്ല. നമുക്കറിയാം, ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൻ്റെ അലയൊലി നെഞ്ചിലേറ്റിയ തൃശ്ശൂർകാരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചതെന്ന് നിസ്സംശയം പറയാം. ബി ജെ പിക്കാർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടതും നന്ദി പറയേണ്ടതും പോപ്പുലർ ഫ്രണ്ടുകാരോടാണ്. പോപ്പുലർ ഫ്രണ്ട് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, അതായത് അവലും മലരും വാങ്ങി വെച്ചോളൂ എന്ന് ഉള്ളത്. ഏതായാലും തൃശ്ശൂരെ ഹിന്ദുക്കൾ ആ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാരനും ആ പോപ്പുലർ ഫ്രണ്ടിനെ താങ്ങി നടന്ന ഇടതു വലത മുന്നണികളുടെയും വായിൽ വായ്ക്കരിയിട്ടു. ഒപ്പം തന്നെ കൂടെ നിന്ന് നസ്രാണികൾ കുന്തിരിക്കവും പുകച്ചു. അതോടെ തൃശ്ശൂരിൽ അവരുടെ കഥ ഏതാണ്ട് കഴിഞ്ഞു. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും നിസ്സാര വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. അവിടെയും സമാനമായ രീതിയിൽ ചില നീക്കങ്ങൾ നടന്നു. ഒരുപക്ഷെ അത് കുറച്ചുകൂടി ശക്തമായിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ജയിച്ചേന്. ആലപ്പുഴയിൽ ആറ്റിങ്ങിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ ഒരു മാറ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയും. ഇത് രാഷ്ട്രീയ മാറ്റമല്ല, ജീവൻ രക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. നിസ്സഹായരായ ഒരു വിഭാഗം, അത് ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും തങ്ങളെ ഇനി ആര് രക്ഷിക്കുമെന്നുള്ള ഒരു വലിയ സംശയം ചോദ്യചിഹ്നവുമായി നിൽക്കുമ്പോഴാണ് അവിടെ അവരുടെ മുമ്പിൽ മോദി എന്നൊരു ഉത്തരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ മതമൗലികവാദികൾ അഴിഞ്ഞാടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു വൈദികനെ വരെ കൊല്ലാൻ ശ്രമിച്ചതും പട്ടാപ്പകൽ നാം ഈ നാട്ടിൽ കണ്ടതാണ്. അതിനെതിരെ പോലും പലർക്കും ഭയമായിരുന്നു പ്രതികരിക്കാൻ. ഒടുവിൽ ഭയം ഉള്ളിൽ വെച്ചിട്ട് അവർ തങ്ങൾക്കൊരു രക്ഷ വേണമെന്ന് കരുതിയത് കൊണ്ടാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ഒഴുകിത്തുടങ്ങിയത്, വോട്ടെത്തി തുടങ്ങിയത്. അതായത് ഏവർക്കും വലുത് അവരുടെ ജീവൻ തന്നെയാണ്. അതായത് സ്വന്തം ജീവനും ആത്മാഭിമാനവും പണയപ്പെടുത്തി ജീവിക്കുന്നതിലും നല്ലത് ഒരു കരുത്തൻ്റെ കൂടെ കൂടുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ ജനം നൽകിയ മറുപടിയും. ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 20-ലേക്ക് എത്തി നിൽക്കുന്നു. 20-ലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ ശതമാനമെങ്കിലും ക്രിസ്ത്യാനിയുടെ വോട്ടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഈ നാട്ടിൽ നടത്തിയ ആ വലിയ ഭീകരാന്തരീക്ഷവും ആ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം വെള്ളപൂശികം ഈ തെരഞ്ഞെടുപ്പിലടക്കം അവരുടെ വോട്ട് പരസ്യമായി വാങ്ങുകയും ചെയ്ത ഇടതു വലത് മുന്നണികൾക്ക് ഒരു താക്കീത് കൂടിയാണ് തൃശ്ശൂർ. ഇവിടെ ചാണകമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യന് വലുത് അവൻ്റെ ജീവനും സുരക്ഷയുമാണ്. ആ സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായ സുരേഷ് ഗോപിയും അവർ കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തും ഒന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം കടന്നുകൂടിയേനെ. കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതാണ്. എന്തിനേറെ പറയുന്നു, ബി ജെ പിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രം കിട്ടിയ ആലപ്പുഴയിൽ പോലും ചില മണ്ഡലങ്ങൾ അവർ അടിച്ചു കയറി. രണ്ടാമതെത്തി നിൽക്കുന്നത് 8ഓളം മണ്ഡലങ്ങളാണ്. ആഞ്ഞു പിടിച്ചാൽ ഈ വരുന്ന നിയമസഭയിൽ 20 മണ്ഡലങ്ങൾ കിട്ടുമെന്ന് ഏതാണ്ടൊക്കെ ബി ജെ പിക്ക് ഉറപ്പിക്കുക. അതിനവരുടെ ഭാഗത്തു നിന്ന് ശ്രമം കൂടി വേണമെന്ന് മാത്രം. ഏതായാലും ഇത്തവണ ക്ലിയർ വോട്ടാണ്. ഇത് വികസനമെന്നോ ബി ജെ പി എന്നോ സി പി എം എന്നോ അല്ല. പകരം ആ വിളിച്ച മുദ്രാവാക്യത്തിന് കൃത്യമായ തിരിച്ചടി. അവലും മലരും വാങ്ങി സൂക്ഷിച്ചോളൂ, കുന്തിരിക്കം വിട്ട് സൂക്ഷിച്ചോളൂ എന്നൊക്കെ വിളിച്ച മുദ്രാവാക്യത്തിന് നൽകിയ ശക്തമായ തിരിച്ചടി. ഹിന്ദു അവൻ്റെ ആചാരത്തിൽ മരണാന്തരക്രിയയിൽ അവസാനം ചെയ്യുന്നൊരു ചടങ്ങുണ്ട് വായ്ക്കരിയിടുക. അതുതന്നെയാണ് ഇടതു വലത മുന്നണികൾക്കും അവർ സപ്പോർട്ട് ചെയ്യുന്ന മതമൗലികവാദികൾക്കും നൽകിയത്. ഒപ്പം ക്രിസ്ത്യൻ വിഭാഗം അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കുന്തിരിക്കം പുകയ്ക്കുന്നത്. അതവർ നന്നായി തൃശ്ശൂർ പുകച്ചിട്ടുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും കുറച്ചൊക്കെ പുകച്ചു. അങ്ങനെ പലയിടത്തും ആലപ്പുഴ അടക്കം അവർക്ക് ചെറിയ രീതിയിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതൊരു ഒഴുക്കിൻ്റെ തുടക്കം മാത്രമാണ്. ആ തുടക്കത്തിന് ശക്തി കൂടുമ്പോൾ ഒരുപക്ഷെ ഇനിയും അത്ഭുതങ്ങൾ വിരിഞ്ഞേക്കാം. ഏതായാലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതായാലും ഹിന്ദു ഇന്നലെ വരെ അവൻ്റെ സമുദായ നേതാവ് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ അത് ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായങ്ങളുടെ നേതാക്കൾ ഇത്തവണ ഇലക്ഷന് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. കാരണം മിണ്ടിയിട്ട് കാര്യമില്ല, വോട്ടെല്ലാം ഒരു വഴിക്കൊഴുകുകയാണ്. സുരക്ഷയാണ് പ്രധാനം, പിന്നീട് വികസനവും. ഈ 2 കാര്യങ്ങൾക്കാണ് കൃത്യമായി വോട്ടിംഗ്
നടന്നിട്ടുള്ളത്, വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല മാറുന്നത്, കേരളത്തിൻ്റെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു. മതേതരമെന്ന് പറയുന്ന പുതിയ തേങ്ങ കൊടുത്തിനി പറ്റിക്കാൻ കഴിയില്ല. മതേതരം പറഞ്ഞ് വൺ വേ ട്രാഫിക്കിലൂടെ സഞ്ചരിക്കാനും കഴിയില്ല. അതിനൊക്കെ മലയാളി പതുക്കെ തടയിട്ട് തുടങ്ങിയിരിക്കുന്നു, ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ഏതായാലും പ്രീണനമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് പരസ്യമായും രഹസ്യമായും നേതാക്കൾ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രീണനം എന്തായാലും ഇനിയും തുടരുക തന്നെ ചെയ്യും. കാരണം വോട്ട് ബാങ്കാണ് തങ്ങൾ വിചാരിച്ചാൽ കേരളത്തിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണമെന്ന് കഴിയാൻ കരുത്തുള്ളൊരു സംഘടനയാണ്, സമുദായമാണെന്ന് ചങ്കൂറ്റം കൊണ്ടവർക്ക് ഇല്ലെങ്കിൽ ഊറ്റം കൊണ്ടവർക്ക് മുഖത്തടിയേറ്റ ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരുമൊക്കെ കണ്ടത്. ഏതായാലും വരുംകാല കേരളം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതാണ്ട് 90% മുകളിൽ ക്രിസ്ത്യാനികളുള്ള നാഗാലാൻഡിന് മാറാമെങ്കിൽ, ഇല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മാറാമെങ്കിൽ, ഗോവയിൽ നിർണായക ശക്തിയായ ക്രിസ്ത്യാനികളുള്ള ഗോവയിൽ മാറാമെങ്കിൽ ഈ കേരളത്തിലും മാറ്റം വിദൂരമല്ല. അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതായാലും തൃശ്ശൂരിലൂടെ വായ്ക്കരിയിട്ട ഹിന്ദുക്കൾക്കും അതിനൊപ്പം നിന്ന് കുന്തിരിക്കാൻ പോവച്ച ക്രിസ്ത്യാനികൾക്കും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ എന്താണ് എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു. പ്രബുദ്ധർ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് ന്യൂസിന് അവരുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.